അങ്ങനെ ഇനിഗോ മാർട്ടിനസ് ബാഴ്സ വിട്ട് പോവാണ്. ഫ്രീ ട്രാൻസ്ഫർ ആണ്. അൽ നാസറിലേക്കാണ് താരം പോകുന്നത്. ഫെബ്രീസിയോ ഹിയർ വി ഗോ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹിയർ വി ഗോ ആണിത്. കാരണം ഈ ഒരു താരത്തെ പറ്റിയിട്ട് ഇത്രയും നാൾ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഈ ഒരു താരത്തെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് വരാണ് പ്ലെയർ അൽ നാസറായിട്ട് ലിങ്ക്ഡ് ആണെന്ന്. ആ ഒരു അപ്ഡേറ്റ് വന്നിട്ട് ഒരു മുക്കാൽ മണിക്കൂർ ആയപ്പോഴേക്കും പ്ലെയറിന്റെ ഹിയർ വി ഗോ ഫെബ്രീസിയോ നടത്തി. അപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ട് ബാസയുടെ ഒരു ഹിസ്റ്ററിയിൽ ഒരു ഡീൽ നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ടേക്ക്. പിന്നെ ഈ ഒരു താരത്തിന് അത്യാവശ്യം നല്ലൊരു സാലറി തന്നെയാണ് അൽ നാസർ നൽകുന്നത്. അപ്പോൾ പ്ലെയർ ഈ ഒരു ബാസയുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ആയിട്ടാണ് ഈ ഒരു അൽ നാസറിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഫോഴ്സ് ട്രാൻസ്ഫർ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പ്ലെയറിൻ്റെ കോൺട്രാക്റ്റിലൊരു ക്ലോസ് ഉണ്ട്. അതായത് പ്ലെയറെ തേടിയിട്ട് സൗദി ലീഗിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഫർ വരികയാണെങ്കിൽ പ്ലെയറിന് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലത്തുള്ള ആ ഒരു ഡീല് ഫ്രീ ട്രാൻസ്ഫർ ആയിരിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ക്ലോസ് ആണ് ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ബാസക്ക് യാതൊരു രീതിയിലുള്ള പണം ലഭിക്കുന്നില്ല. പക്ഷേ ബാസക്ക് സാലറി സ്പേസിൽ ഇളവ് വരുന്നുണ്ട്. അതായത് പ്ലെയറിൻ്റെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ഏകദേശം 14 മില്യൺ യൂറോസിനടുത്തുള്ള ഒരു എമൗണ്ട് ആണ്. അപ്പോൾ എഫ് എഫ് പിയിൽ ഏകദേശം 12 മില്യൺ യൂറോസിൻ്റെ ഒരു ഇളവ് വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് ഡെക്കോ അല്ല, മാത്യു അലുമിനിയാണ്. അതുകൊണ്ട് ആരും ഡെക്കോനെ ബ്ലെയിം ചെയ്യാൻ നോക്കണ്ട. കാരണം ഈ ഒരു കോൺട്രാക്ട് കൊടുത്തത് മാത്യു അലുമിനിയാണ്. ശരിക്കും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡീലായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കഴിഞ്ഞ സീസണിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തൊരു പ്ലെയറാണ്. ശരിക്കും ഞാൻ ഈ ഒരു താരത്തെ നല്ല രീതിയിൽ മിസ് ചെയ്യും. കാരണം കുബാർസി നീഗോ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നല്ലൊരു പ്രതീക്ഷയാണ്. അതായത് ആ ഒരു മാച്ച് നമ്മൾ വിൻ ചെയ്യാനുള്ള ചാൻസ് ഹൈ ആയിട്ടാണ് ഞാൻ പേഴ്സണലി കാണാറ്. ഇപ്പോൾ ബാസ വേഴ്സസ് ഇന്റർ മിലാൻ മാച്ച് തന്നെ റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ മാച്ച് ഇനീഗോ ഉള്ള ടൈം വരെ ബാസ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ലാസ്റ്റ് ഇനീഗോ പോയപ്പോഴേക്കും നമ്മൾ ഡൗൺ ആയി. ആ മാച്ച് നമ്മൾ ബോട്ടിൽ ചെയ്തു. ഇപ്പോൾ ഈ രണ്ട് താരങ്ങളുടെ കോമ്പിനേഷനിൽ നമ്മൾ നല്ലൊരു ശതമാനം മാച്ച് വിൻ ചെയ്തിട്ടുണ്ട്. ആ കോമ്പിനേഷൻ ഇനി ഇല്ല എന്ന് പറയുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലെയറിൻ്റെതായിട്ടുള്ള ഡിസിഷൻ എടുത്തു. അതുമാത്രമല്ല പ്ലെയറിൻ്റെ എക്സിറ്റിലൂടെ നമുക്ക് സാലറി സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ആൻഡ് വിഷ് യു ഗുഡ് ലക്ക് ഇനീഗോ മാർട്ടിനസ്. പിന്നെ ഇവിടെയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇനീഗോയുടെ ബാക്കപ്പ് ഇല്ലാതെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് സത്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നിലവിൽ ബാസയുടെ സെൻറ്റർ ബാക്സ് എന്ന് പറയുന്നത് ക്രിസ്റ്റൻസൺ, കുബാർസി, എറിക് ഗാർസിയ, ജൂൾസ് കോണ്ടെ, അറൗഹോ, അതേപോലെ തന്നെ ഇപ്പോൾ ജെറാഡ് മാർട്ടിനെ ആ റോളിലേക്ക് കൊണ്ടുവരാൻ ഹാൻസ് ഫ്ലിക്ക് ശ്രമിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ജെറാഡ് മാർട്ടിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല, അറോഹനെ ഒരു രീതിയിലും ട്രസ്റ്റ് ചെയ്യുന്നില്ല ബിഗ് മാച്ചിൽ. പിന്നെ ഉള്ളത് ഈ ഒരു എറിക് ഗാർസിയും ക്രിസ്റ്റ്യൻസണും ജൂൾസ് കോണ്ടിയും കുബാർസിയും ആണ്. കുബാർസി എന്തായാലും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാവും. ക്രിസ്റ്റ്യൻസൺ ഇഞ്ചുറി പ്രോൺ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറാണ്. ആ ഒരു താരത്തിന് ഇഞ്ചുറി ഇഷ്യൂസ് ഇല്ലാതെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ബിഗ് മാച്ചിൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറയുന്ന ജൂൾസ് കോണ്ടി ആണെങ്കിൽ റൈറ്റ് ബാക്ക് റോളിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഈ ഒരു എറിക് ഗാർസി ആണെങ്കിൽ ജൂൾസ് കോണ്ടിയുടെ ബാക്കപ്പ് ആയിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്റ്റ്യൻസൻ്റെ ബാക്കപ്പ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ ഒരു ഇനീഗോയുടെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് അവിടെ സ്ക്വാഡിൽ ഒരാളും ഇല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ നമുക്ക് ലാമോസിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോസ്പോ എന്ന് പറയുന്ന ഒരു താരം ഉണ്ടായിരുന്നു. ആ ഒരു താരത്തെ നമ്മളിപ്പോൾ ഫ്ലോറന്റീന എന്ന് പറയുന്ന ക്ലബ്ബിലേക്ക് സെല് ചെയ്തു ഏകദേശം 1 മില്യൺ യൂറോസിന്. ശരിക്കും ആ ഒരു പ്ലെയറെ നിലനിർത്തിയെങ്കിൽ, അതായത് ഡെക്കോയുടെ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയുന്നില്ല, പകരം നമ്മുടെ ബാസ അത്ലറ്റിക്കിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറിൻ്റെ മിസ്റ്റേക്കാണ്. അദ്ദേഹം നിലനിർത്തിയിരുന്നെങ്കിൽ ആ ഒരു താരത്തിന് ഫസ്റ്റ് ആക്ഷൻ ലഭിച്ചേനെ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ വേറൊരു താരമുണ്ട്, ക്യൂന എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്. ആ ഒരു താരം കഴിഞ്ഞ സീസണിൽ ബാസ ഫസ്റ്റ് ടീമിൽ പെർഫോം ചെയ്തതാണ്. പക്ഷെ അത്ര ഇമ്പ്രസീവ് ആയിരുന്നില്ല. പക്ഷെ ആ ഒരു താരം ഇനി അങ്ങോട്ട് ബാസ ഫസ്റ്റ് ടീമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ടേക്ക്. എന്തായിരിക്കും റിയാലിറ്റി എന്നുള്ളത് കണ്ടതിന് അറിയാം. എന്തായാലും വൺസ് അഗൈൻ താങ്ക് യു ആൻഡ് വിഷ് യു ഗുഡ് ലക്ക് ഇനിഗോ മാർട്ടിനസ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ ഒരു ഇടത്തിലുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.